ഹലോ ഫ്രണ്ട്സ്, ഞാൻ ചെയ്യുന്നൊരു വീഡിയോ എൻ്റെ ഒരു യാത്രയിൽ നിന്നാണ്. മിത്രപുരം വട്ടപ്പാറ റോഡ് എന്ന് പറയും. ഇത് എറണാകുളം ജില്ലയിലാണ്. നമ്മൾ അരക്കുന്നത്ത് നിന്ന് കാഞ്ഞാരപ്പള്ളിത്തോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു 1.5 കിലോമീറ്റർ പോകുന്ന കഴിയുമ്പോൾ വലത്തെ വശത്തോട്ട് എടക്കാട്ടൂർ പോകുന്ന റോഡ് ചോദിക്കുക. അപ്പോൾ അവിടെ നിന്നാണ് മിത്രപുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. മിത്രപുരം സ്റ്റാർട്ട് ചെയ്ത് ഒരു 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ ഇടത്തോട്ട് വഴി ഉണ്ട്, വലത്തോട്ടുമുണ്ട്. ഇടത്തോട്ടുള്ള വഴിയാണ് ഈ പാടത്തോട്ട് നമ്മൾ എത്തിപ്പെടുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ വികസന പദ്ധതിയിൽപ്പെട്ട റോഡാണ്. 3.2 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ ദൈർഘ്യം. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ റോഡിൻ്റെ 2 വശവും പാടങ്ങളാണ്. ഭൂരിഭാഗം പാടങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ തരിശായിട്ട് കിടപ്പുണ്ട്. പിന്നെ കൊക്കുകളും തവളകളും അതുപോലെ തന്നെ നായ്ക്കുട്ടികളും ഒക്കെ ഉള്ള വഴികളാണിത്. ഒരു ശാന്തത നമുക്കിവിടെ ചെല്ലുമ്പോൾ ഫീൽ ചെയ്യും. ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളുണ്ട്. ചില സ്ഥലത്തൊക്കെ ആമ്പലും താമരയൊക്കെ വിടർന്നു നിൽപ്പുണ്ട്. ഇവിടെ വൈകുന്നേരങ്ങൾ ഭയങ്കര ലൈവ്ലിയാണെന്നാണ് പറയുന്നത്. ഓല മേഞ്ഞ കടകളുണ്ട് ഇവിടെ. ഈ 3.2 കിലോമീറ്ററിൽ ഒരു 80% പോകുന്നത് വയലിൽ കൂടി തന്നെയാണ്. അത്യാവശ്യം വീതിയുള്ള ഒരു നിസാൻ പോകുന്ന വീതിയുള്ള റോഡ്. റബ്ബറൈസ്ഡ് ഒന്നുമല്ല, പക്ഷേ കുഴികൾ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. ഇതൊരു രാവിലെ 11 മണി സമയമാണ്. എതിരെ വണ്ടികൾ വരുന്നതിന് വളരെ അപൂർവമാണ്. കൂടുതലും ഇവിടുത്തെ വീടുകളിലെല്ലാം തന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത്. കാരണം വീടുകളിൽ പപ്പായയും കശുമാങ്ങയും ഇതെല്ലാം ഉണ്ടായി നിൽക്കുന്നത് കാണാം. മാവും അടക്കാമരവും തെങ്ങും എല്ലാം മിക്ക പറമ്പുകളിലും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവധി സമയങ്ങൾ ചെലവഴിക്കാൻ കോളേജ് കുട്ടികളും ആ ഒരു ടീനേജേഴ്സും വന്നിരിപ്പുണ്ട്. ഇവിടെ ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ബെഞ്ചസ് അവിടെ സെറ്റ് ചെയ്യായിരുന്നു. കാരണം വൈകുന്നേരങ്ങളിൽ ആൾക്കാർക്ക് ഇരിക്കാനും സമയം ചെലവഴിക്കാനും അതൊരു പ്രയോജനകമാവുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ബെഞ്ചൊന്നും ഇവിടെ കണ്ടിട്ടില്ല. ഈ റോഡ് നേരെ നമ്മൾ പോകുന്നത് എടക്കാട്ടുവയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിന് വലത്തോട്ട് പോകുന്ന റോഡും കുറച്ച് കഴിഞ്ഞുള്ള ജംഗ്ഷനിലൊന്ന് ചേരുന്നുണ്ട്. ആ റോഡിന് ഇത്രയും പാടത്തിൻ്റെ അപയോഗമായിട്ടുള്ള റോഡ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ റോഡാണ് വളരെ നല്ലൊരു ഫീലിംഗ്, നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീലിംഗ് കിട്ടുന്ന റോഡാണ്. കുറച്ചുകൂടി വൈകിയുള്ള സമയത്താണെങ്കിലും 3 മണിയൊക്കെ ആണെങ്കിൽ അധികം വെയിലുമില്ല, അപ്പോൾ നല്ല ഒരു ഫീലിംഗ് കിട്ടും. ഞാൻ ഒരിക്കലും അങ്ങനെയാണ് പോയത്. ഇതിപ്പോൾ ഉച്ചയായിപ്പോയി. അന്ന് അങ്ങനെ പോയപ്പോഴാണ് ഇതൊന്ന് കവർ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പം അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ സുഹൃത്തും കൂടി ഉണ്ടായതുകൊണ്ട് നമുക്കിത് കവർ ചെയ്യാൻ പറ്റി. ചെറിയ പലചരക്കടകളും പണ്ടത്തെ പലക വെക്കുന്ന കടകളും ചെറിയ ചായക്കടയിലാണ്. ഇപ്പം നമ്മൾ ഈ റോഡ് ഇപ്പോൾ വന്ന് കയറുന്ന ജംഗ്ഷനിലാണ് 2 റോഡും കൂട്ടി മുട്ടുന്നത്. ഇതാണ് ഒരു ചായക്കടയുള്ളത്. ഇവിടുന്ന് നമ്മൾ ക്യാമറ തിരിക്കുമ്പോൾ കാണാം, നമുക്ക് മുമ്പിലായിട്ട് ലെവൽ ക്രോസ് ഉണ്ട്. മുളന്തുരുത്തിയാണ് ഏറ്റവും അടുത്ത സ്റ്റേഷൻ. ഈ ലെവൽ ക്രോസ് കടന്നു പോയി ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ പോയാലാണ് എടക്കാട്ടുവയൽ. എപ്പോഴെങ്കിലും ഈ വഴി പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ വഴി ഒന്ന് സഞ്ചരിച്ച് നോക്കണം. പറ്റുമെങ്കിൽ വൈകുന്നേരങ്ങളിൽ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.